ആ പിസ്റ്റൺ പിന്നെ ഇതിൽ നിന്നാണ് കണക്ടറിനാട് വരുന്നത്. നല്ല വെയിറ്റാണ്. ഞങ്ങൾ 4 പേര് കൂടിയാണ് എടുത്ത് വെച്ചത്. മൂടിയിട്ടേക്കാണ്, ഈർപ്പൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടി മൂടിയിട്ടതാണ്. നമ്മുടെ മസ്ത ടിപ്പർ ഏകദേശം 5 ലക്ഷം കിലോമീറ്റർ ഓടി. ഇപ്പോൾ 5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് എൻ്റെ എൻജിൻ ഭാഗത്തു നിന്ന് വലിയ കാര്യമുള്ള പണികളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു 1.5 വർഷമായിട്ട് ഇതിൻ്റെ എൻജിൻ്റെ അടിയിൽ നിന്ന് കണ്ടമാനം ഡീകംപ്രഷൻ തള്ളുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കൂടി വന്നു. ഇപ്പോൾ ഏതൊക്കെയാലും വണ്ടി വഴി കിടക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് പണിയണം. 5 ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കിലോമീറ്ററാണ്. ഈ 5 ലക്ഷം കിലോമീറ്റർ നമ്മൾ ഓഫ് റോഡ്, കയറ്റം, നിരപ്പുവഴി എല്ലാം നമ്മൾ പിടിപ്പീരും നല്ല ചടങ്ങ് പിടിച്ച സൈറ്റിലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ളതാണ് 5 ലക്ഷം കിലോമീറ്റർ. ഗുഡ്സ് വണ്ടിക്ക് 5 ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പാസഞ്ചർ വണ്ടിക്ക് ഒരു 15 ലക്ഷം കിലോമീറ്റർ ഓടുന്ന ഒരു ഓട്ടം വരും. അത്ര ഹെവി ലോഡുകളിലൊക്കെ ആണല്ലോ ഈ ഗുഡ്സ് വണ്ടികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഏതായാലും എഞ്ചിൻ പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ പയ്യെന്ന് മോഹൻ ചേട്ടനും ശോഭിത്തും വന്നിട്ടുണ്ട്. അവരാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യപടിയായിട്ട് അതിൻ്റെ ഹെഡൊക്കെ ഇളക്കുവാണ്. ഹെഡ് ഇളക്കിയിട്ട് ഇതിപ്പം 4 സിലിണ്ടർ വണ്ടിയാണ്, എൻ്റെ 4 സിലിണ്ടർ. അപ്പോൾ ആദ്യമായിട്ട് ഈ വണ്ടി ഫീൽഡിലിട്ട് ഇറങ്ങുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയയിലും കുറച്ച് ഐഡിയകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ എൻജിൻ വർക്കിൻ്റെ പൂർണ്ണ വീഡിയോ ഉണ്ട്. ആദ്യം മുതൽ അവസാനം വരെ വണ്ടി തണുപ്പിക്കാൻ പോകുന്ന വീഡിയോ വരെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹെഡ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് നോസിൽ. ഒരു സിലിണ്ടറിന് 2 വാൽവ് വെച്ചാണുള്ളത്. ഇത് ഓരോ സിലിണ്ടറിനും ഓരോ നോസിലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ നോസിലിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ചെറിയ നൂല് പോലെയുള്ള തുളയാണ്. അതിൽ കൂടെയാണ് ഡീസൽ ഹൈ പ്രഷറായിട്ട് സ്പ്രേ ചെയ്ത് വരുന്നത്. ഇതാണ് ഗ്യാസ്കറ്റ്. ഇത് നമ്മൾ റേഡിയേറ്ററിൽ വെള്ളം കുറവൊക്കെ ആയിട്ട് വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഓവർ ഹീറ്റായിട്ട് ഇതാണ് പ്രശ്നം വന്നത്. ഗ്യാസ്കറ്റ് പോകുകയെന്നൊക്കെ പറയുന്നത് ഈ സംഭവമാണ്. എഞ്ചിനകത്ത് ഓയിലും വെള്ളം കൂടെ ഒന്നിക്കും. അപ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ടർബോ. എഞ്ചിനിലേക്ക് കൂടുതൽ വോളിയം എയറിനെ കടത്തിവിടുന്ന ഒരു സംവിധാനമാണ് ടർബോ. പുതിയ മോഡൽ വാഹനങ്ങൾക്കും അതൊക്കെ ഇതിലും കുറച്ചുകൂടി അഡ്വാൻറ്റേജായിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെയാണ്. ഇത് എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നാണ് ടർബോയുടെ പവർ വർക്ക് ചെയ്യാനുള്ള പവർ എടുക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ധർമ്മം. അപ്പോൾ ഹെഡിൻ്റെ പാർട്സുകളൊക്കെയാണ് ഇത് കാണുന്നത്. ട്രാപ്പിറ്റ് റാഡ്, റോക്ക് റാമ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് ടാപ്പിറ്റ് റാഡ് ഇപ്പോൾ എല്ലാം ഇളക്കി കൃത്യമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഈ സിലിണ്ടറിൻ്റെ സൈഡിലായിട്ട് സ്റ്റെപ്പുണ്ട്. സ്ലീവിൻ്റെ മുകളിൽ സിലിണ്ടറിന് ഒരു 2 സിലിണ്ടറിനാണ് ഇവിടെ നമുക്ക് പണി കിട്ടിയിരിക്കുന്നത്. ഇതാണ് പിസ്റ്റൺ ഉണ്ടോ. ഈ പിസ്റ്റണാണ് നമ്മളിവിടെ ഈ പിസ്റ്റൺ ഫയർ ചെയ്താണ് നമ്മളെ ക്രാങ്കിനെ മൂവ് ചെയ്യിക്കുന്നത്. അങ്ങനെയാണ് വണ്ടിയുടെ എൻജിൻ കാർബ് ഒരു ചെറിയ പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് പാട് വന്നിട്ടുണ്ട്. ഈ ഒരു പിസ്റ്റൻ്റെ സൈഡ് ചെറുതായിട്ട് പോറിയിട്ടുണ്ട്. നമ്മുടെ റിങ്സ് ഒടിഞ്ഞു പോയായിരുന്നു. റിങ്സ് ഒടിഞ്ഞു പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതാണ് സ്ലീവ്. ഈ സ്ലീവിനകത്ത് കിടന്നാണ് പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇതാണ് ക്രാങ്ക് കേസിൻ്റെ അടിയിലത്തെ ആ ഒരു പോർഷനാണ്. ഇതിനകത്താണ് ക്രാങ്ക് കേസിൻ്റെ ഓയിൽ, ക്രാങ്കിൻ്റെ ഓയിൽ, എൻജിൻ ഓയിലൊക്കെ വന്ന് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ പ്രഷർ പ്ലേറ്റ്, ക്ലച്ച് ഡിസ്ക്. പ്രഷർ പ്ലേറ്റ് നമ്മൾ ഇത്ര 5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് ആകപ്പാടെ 2 പ്രാവശ്യം നമ്മൾ ക്ലച്ച് ഡിസ്ക് മാറിയിട്ടുള്ളൂ. ഓരോ പിസ്റ്റണും ഊരി ചെക്ക് ചെയ്യുകയാണ്. ഓരോ പിസ്റ്റണും ഊരി കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയാണ്. എന്താ ക്രാങ്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ പിസ്റ്റൻ്റെ കണക്ടറിനാടിന് അടിയിലുള്ള ബെയറിങ്, ആ ഒരു ബെയറിങ്ങാണ്. ഒരു തേങ്ങാപ്പൂള് പോലെ വളഞ്ഞിരിക്കുന്നത്, റാ പോലെ വളഞ്ഞിരിക്കുന്നത് ബെയറിങ്ങാണ്. ആ ബെയറിങ്ങിന് എന്തെങ്കിലും തേയ്മാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്രാങ്കേലും കൂടെ പോളിഷ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് സ്ലീവ് സൈഡ് പറഞ്ഞാൽ ഊരി പോകുന്നു. അന്ന് വലിച്ചൂരിയിട്ട് മോഹൻ ചേട്ടൻ ഓരോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഓർക്കും ഈ പഴയ മാറാനുള്ള സാധനമല്ല ഇതിനെ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഓർക്കും. പക്ഷേ അതല്ല, ക്രാങ്കിൽ എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. ഇതാണ് സ്ലീവ്. ഈ സ്ലീവിനകത്ത് നിന്നാണ് പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ് ആയിട്ട് പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇതിനകത്തെ തേയ്മാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ലാത്ത പോലത്തുള്ള തേയ്മാനമാണ്. ഇത്ര ഒരു കറക്റ്റായിട്ടാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ വർക്ക്. ഓരോ പ്രശ്നം അടിച്ചിങ്ങനെ ഊരുണ്ടോ, ഇങ്ങനെ ഓരോ സ്ലീവുകളൊക്കെ ഊരിയെടുത്ത് ചെക്ക് ചെയ്യുവാണ്. പിന്നെ നമുക്കതിൻ്റെ പാർട്സുകളെല്ലാം പുതിയത് വാങ്ങിക്കണം. ഇതിൻ്റെ പുതിയ പാർട്സാണ് എല്ലാം ഇടുന്നത്.
എല്ലാ പാർട്സുകളും പുതിയത് വാങ്ങിച്ച് നമ്മൾ കോട്ടയത്ത് ലേറ്റ് കൊടുത്ത് എഞ്ചിനെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ SML നിന്നാണ് പാർട്സ് വാങ്ങിച്ച് മണിപ്പുഴയുള്ള മഹ്ദാടെ ഷോറൂമിൽ നിന്ന് പുതിയ പാർട്സുകളെല്ലാം വാങ്ങിച്ച് റീസെറ്റ് ചെയ്ത് എഞ്ചിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് എഞ്ചിൻ കൊണ്ടുവന്നത്. അപ്പോൾ അത് ഈർപ്പമൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടി നല്ലപോലെ പാക്ക് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് എഞ്ചിൻ സെറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ച് ഓയിലൊക്കെ സ്പ്രേ ചെയ്താണ് ഇവിടെ തന്നു വിടുന്നത്. അപ്പോൾ നല്ല രീതിക്ക് വർക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും പുതിയതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതെല്ലാം സെറ്റ് ചെയ്ത് വൃത്തിക്ക് കവർ ചെയ്ത് പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി രാവിലെ എഞ്ചിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് എഞ്ചിൻ കിട്ടും. ഇതാണ് എഞ്ചിൻ എന്ന് പറഞ്ഞ എഞ്ചിൻ മാത്രമായിട്ടുള്ള യൂണിറ്റാണ്. നമ്മൾ ഈ കൊടുത്ത് ഹെഡും ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്രാങ്കിൻ്റെ അടിയിലത്തെ പോർഷനാണ് ക്രാങ്ക്. മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പിസ്റ്റൺ കാണാം. ഉണ്ടോ, 4 പിസ്റ്റൺ. സിലിണ്ടർ തന്നെ എടുത്ത് പൊക്കത്തില്ലെങ്കിൽ കാണിക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഹെഡ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഓരോ ഫയറിങ്ങും ആണ് ഈ ക്രാങ്ക് വഴി ഇങ്ങനെ ഈ ലീനിയർ മോഷനെ റൊട്ടേഷൻ ആക്കുന്നത് ഈ ക്രാങ്കാണ്. ഇതിനടിയിലാണ് ക്രാങ്ക് കേസ് ഓയിൽ സബ്ബൊക്കെ വരുന്നത്. ഇത് ഇങ്ങനെ ഓയിലിനകത്ത് കിടന്നാണ് ഇങ്ങനെ കറങ്ങുന്നത്, ഈ ക്രാങ്ക് കറങ്ങുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം പിസ്റ്റൺ, ഏറ്റവും മുകളിലായിട്ട് പിസ്റ്റൺ നമുക്ക് കാണാം. പിസ്റ്റൻ്റെ താഴേക്ക് പിസ്റ്റൺ പിന്നും കണക്ടറിൻ്റെ ആടും കാണാം. അത് നേരെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ക്രാങ്കിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇങ്ങനെയുള്ള ലീനിയർ മോഷനെ ക്രാങ്കിൻ്റെ വർക്കിംഗ് കൊണ്ട് ഇങ്ങനെ കറക്കി, അങ്ങനെയാണ് എൻജിൻ്റെ വർക്കിങ്. സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ മാറിയ സ്ലീവുകളാണ്. ഇതുണ്ട്, ഇതിങ്ങനെ 4 മാറിയതാണ്. ഇതിനകത്തെല്ലാം പുതിയതാണ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പുതിയ സ്ലീവുകളും പിസ്റ്റണും ഒക്കെ ആണെങ്കിലും പുതിയതാണ് ഇട്ടേക്കുന്നത്. കോട്ടയത്ത് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഇതാണ് പഴയ പിസ്റ്റണ്, പഴയ പിസ്റ്റൺ പിന്നെ ഇതിൽ നിന്നാണ് കണക്ടറിൻ്റെ ആൾ വരുന്നത്. ഇതാണ് നമ്മുടെ വേണ്ടിയിട്ട് ടർബോ. എൻജിനിലേക്ക് കൂടുതൽ വോളിയം എയറിനെ കടത്തി വിടാൻ വേണ്ടിയാണ് ടർബോ ഉപയോഗിക്കുന്നത്. പഴയ വാഹനങ്ങളിലൊന്നും ടർബോ കാണാൻ സാധിക്കത്തില്ല. ഒരു ലേറ്റസ്റ്റ് മോഡൽ വാഹനങ്ങളിലൊക്കെയാണ് ടർബോ സംവിധാനമുള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്കൊക്കെ അതിലും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വേണ്ടി ടർബോ. എയർ ഫിൽറ്റർ കഴിഞ്ഞിട്ട് ഇതിലേക്കാണ് ഇൻടേക്ക് എയർ കയറും. ഇതിലേക്ക് ഇത് ഫോഴ്സ് ആയിട്ടുള്ള എയർ ഇതിലെയാണ് വരുന്നത്, എൻജിനിലേക്ക് പോകുന്നത്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് എക്സോസ്റ്റ് ഗ്യാസ് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സൈലൻസറിൻ്റെ ആ ഒരു പവർ വരുന്ന ആ ഒരു പവർ കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഹൈ RPM-ലാണ് ഇതിൻ്റെ വർക്കിങ്. നമ്മുടെ ടർബോയുടെ കൂളിങ്ങിന് വേണ്ടി, ടർബോയുടെ കൂളിങ്, അതായത് എൻജിനിലേക്ക് മാക്സിമം എയർ കടത്തി വിടാൻ വേണ്ടിയാണ് ഈ ഒരു സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയകാല വണ്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. ഇതാണ് ടർബോ. ഇതിലേക്ക് എയർ കയറി വരുമ്പോഴത്തേനും ടർബോ വഴി ഇതിലേക്ക് എയർ വലിക്കുമ്പോഴത്തേനും ആ വലിക്കുന്ന എയറിനെ ഒന്നുകൂടെ കൂളിംഗ് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു റേഡിയേറ്റർ പോലത്തെ ഒരു സംഭവം ഉപയോഗിച്ചത്. ഇത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ആ പോർഷൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇതും പ്ലേസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി നോസിൽ. 4 നോസിലുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഡീസൽ സ്പ്രേ ആണ്, ഹൈ പ്രഷറിൽ സ്പ്രേ ആണ്. അപ്പോൾ നോസിലിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നോസിലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പാർട്സുകളെല്ലാം ഒറിജിനലാണ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാ പാർട്സുകളും എൻജിൻ ഫൗണ്ടേഷന്, ഫിൽറ്ററുകൾ, ബെൽറ്റ് എല്ലാം ഒറിജിനൽ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മാറ്റ റിസ്കുകളൊന്നുമില്ല. അപ്പം എൻജിൻ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാം ക്ലീൻ ചെയ്ത് ഹെഡ് ഒക്കെ കയറ്റുവാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മൊത്തം ഈ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് കാണുന്നവർക്കും ബോറിങ് ആവുകൊണ്ട് 2 പാർട്ടായിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ എൻജിൻ ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, തണുപ്പിക്കാൻ പോകുന്ന എല്ലാ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വാഹന ഫീൽഡോട് നിൽക്കുന്നവർക്ക് കുറച്ച് അറിവുകൾ ഈ ഒരു വീഡിയോ കൊണ്ട് കിട്ടും. അപ്പോൾ മറ്റുള്ള വാഹന പ്രേമികളിലേക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത പാർട്ടായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ.